വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ഡാമുണ്ട്. ഡാമിൽ 3 ഷട്ടർ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല മഴ, അപ്പോൾ നല്ല വെള്ളം കയറിയ സമയത്താട്ടോ ഷട്ടർ തുറക്കുക. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ പോവാണ് കേട്ടോ. വണ്ടി എടുത്ത് പോകേണ്ട ദൂരമൊന്നുമില്ല, നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മോളെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ സ്കൂട്ടി ഓടിക്കുന്നത്. ഇതുവരെ ഓടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മോളുള്ളത് കൊണ്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ട് വണ്ടി എടുത്തതാണ്. അങ്ങനെ ഇത് ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ടോട്ടൽ 4 ഷട്ടറാണുള്ളത്. അതിൽ 3 എണ്ണം കേട്ടോ തുറന്നിട്ടുള്ളൂ. ഇക്കൊല്ലം ഇതുവരെ 4 എണ്ണം തുറന്നിട്ടില്ല. നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് 4 എണ്ണം തുറക്കുക. ഇക്കൊല്ലം 2, 1, 3 അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഷട്ടറാട്ടോ തുറക്കൽ. ഇപ്രാവശ്യം 3 തുറന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ ഡാമിൻ്റെ സൈഡായതുകൊണ്ട്. പിന്നെ നിഷാനി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഷട്ടർ തുറന്നതൊക്കെ. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. മീനൊക്കെ ഉണ്ടാവും, ഡാമിൽ നിന്ന് വരുന്ന മീനൊക്കെ. അതിനെ പിടിക്കാൻ ഒരുപാട് പേര് ക്യൂ കേട്ടോ. പിന്നെ ഒഴുക്കിൽപ്പെട്ടിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ. ഈ വർഷം നല്ല കർശനാട്ടോ, പോലീസുകാർ കുറേ പേരുണ്ടായിരുന്നു. ഈ വണ്ടി മാത്രമല്ല കേട്ടോ, വേറെ 3-4 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അവരിങ്ങനെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊന്നും കുടിച്ചിട്ടില്ല. ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകുന്നേരമായിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. മോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓൾ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഷട്ടർ തുറന്നത്. പക്ഷെ ഓൾ അതൊന്നുമല്ല കാണുന്നത്. ഓൾ അവിടെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ആട്ടിൻകുട്ടീനെ ഞങ്ങൾക്ക് ചൂണ്ടി കാണിച്ചു തരാം കേട്ടോ. അതാ പറഞ്ഞിട്ട് ഓൾക്ക് അങ്ങനത്തെയൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുക. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഫാക്ടറി കണ്ടത്. ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന ഫാക്ടറിയാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് എന്ന് കേട്ടാൽ ആരാണ് കയറിപ്പോകാത്തത്. അങ്ങനെ ഞങ്ങളും കയറി കേട്ടോ, ചോക്ലേറ്റിൻ്റെ ഐറ്റംസ് ആയതുകൊണ്ട്. അങ്ങനെ കയറിയപ്പോഴാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ചോക്ലേറ്റ്. എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. നമ്മൾ പറയുന്നതിനനുസരിച്ച് അവരുണ്ടാക്കി തരും, എങ്ങനത്തെ മോഡൽ വേണമെങ്കിലും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവായിട്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. അങ്ങനെ ഇതാ കേക്കും എല്ലാം ഉണ്ട് കേട്ടോ. കേക്കുമായിട്ടും ചോക്ലേറ്റ് ആയിട്ടും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയപ്പോഴാണ് വണ്ടർലാൻഡ് കണ്ടത്. അതൊരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഞങ്ങളവിടെ കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.